കേന്ദ്രം വിലക്കിയ എല്ലാ ചിത്രങ്ങളും IFFKയിൽ പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള മുഴുവൻ ചിത്രങ്ങളും പ്രദർശിപ്പിക്കണമെന്ന് ചലച്ചിത്ര അക്കാദമിക്ക് മന്ത്രി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആകെ 15 ചിത്രങ്ങൾക്കാണ് കേന്ദ്ര അനുമതി ലഭിക്കാനുണ്ടായിരുന്നത്. ദേവികയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. 19 ചിത്രങ്ങളായിരുന്നു ആകെ ഇത്തരത്തിൽ അനുമതി ലഭിക്കാനുണ്ടായിരുന്നത്. പക്ഷെ അതിൽ 4 ചിത്രങ്ങൾക്ക് നിലവിൽ അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 15 ചിത്രങ്ങൾക്ക് കൂടി അനുമതി ലഭിക്കേണ്ടതുണ്ടായിരുന്നു. നമുക്കറിയാം, കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ചലച്ചിത്രാസ്വാദകർ പലതരത്തിലുള്ള സിനിമകൾ ആസ്വദിക്കാൻ വേണ്ടിയാണ് എത്തുന്നത്. ലോകത്തിന്റെ തന്നെ വിവിധ കോണുകളിൽ നിന്നുള്ള പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചിത്രങ്ങൾ ഇത്തരത്തിലുള്ള മേളകളുടെ ഭാഗമാണ്. ആ ഒരു അവസരത്തിലാണ് ഇത്തവണത്തെ IFFKയിൽ ഇത്തരത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ചിത്രങ്ങൾ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുന്നത്, അതേ ചുറ്റി വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ മന്ത്രിയുടെ ആശ്വാസകരമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ കേന്ദ്ര അനുമതി നിഷേധിച്ച എല്ലാ ചിത്രങ്ങളും ഇത്തരത്തിൽ പ്രദർശിപ്പിക്കാമെന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം സജി ചെറിയാൻ ഈ ചലച്ചിത്ര അക്കാദമിക്ക് നൽകിയിട്ടുള്ളത്. മുൻപ് കൊൽക്കത്തയിലെ മേളയിൽ സമാനമായിട്ടൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. അതേ നിലപാട് പിന്തുടർന്നുകൊണ്ട് ഇത്തവണ ഈ കേന്ദ്ര അനുമതി നിഷേധിച്ചിട്ടുള്ള എല്ലാ ചിത്രങ്ങളും സധൈര്യം ഇത്തരത്തിൽ ഈ IFFK വേദിയിൽ പ്രദർശിപ്പിക്കാമെന്ന കാര്യമാണ് സജി ചെറിയാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് കേരളത്തിന്റെ പുരോഗമന ആശയങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റമാണ് ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ നിലപാടിൽ നിന്നുണ്ടായതെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ 15 ചിത്രങ്ങളും ചലച്ചിത്ര പ്രേമികൾക്ക് ആസ്വദിക്കാനാകുമെന്നത് ആശ്വാസകരമാണ്. മായ.